ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. കുറേ നാളായിട്ടോ വീഡിയോ എടുത്തു വെച്ചിട്ട്, പക്ഷേങ്കിൽ ഇടാനുള്ളൊരു ടൈം കിട്ടിയില്ല. ടൈം കിട്ടിയില്ല എന്ന് പറയുന്നതായിരിക്കില്ല നല്ലത്, അതായത് മടിയാണ് കാരണം. അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ ലേറ്റ് ആവുന്നത്. ആക്ച്വലി ഇത് KS എക്സാമിൻ്റെ സമയത്ത് എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അന്നത്തെ എക്സാമിൻ്റെ രാവിലെ എടുത്ത വിഷ്വൽസ് ആണ് കേട്ടോ ഇതൊക്കെ. എക്സാം രാവിലെ 10 മണിക്കായിരുന്നു സ്റ്റാർട്ടാവുന്നത്. അതുപോലെ തന്നെ 2 എക്സാം ഉണ്ടായിരുന്നു. ആഫ്റ്റർനൂണ് ഒരു എക്സാം കൂടെ ഉണ്ടായിരുന്നു. KSന് 2 സ്ട്രീമായിട്ടാണല്ലോ നടത്തുന്നത്. 2 എക്സാം ഉള്ളതുകൊണ്ട് തന്നെ രാവിലെ പോകേണ്ടി വന്നു. കുറച്ച് ദൂരെയാണ് എനിക്ക് സെൻറ്റർ കിട്ടിയത്. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഇറങ്ങേണ്ടി വന്നു. അന്നത്തെ ദിവസമാണെങ്കിൽ ഭയങ്കര മഴയായിരുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോഴും മഴയായിരുന്നു. അതുപോലെ തന്നെ എക്സാം പോകുന്ന സമയത്തും വഴിയിൽ നിന്നൊക്കെ നല്ല മഴ കിട്ടി. പിന്നെ ഞാൻ ഫുഡൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇതിന് മുന്നേ എനിക്ക് ഇതേ കോളേജിൽ എക്സാം എഴുതേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. സോ അന്ന് അവിടെ ക്യാൻറ്റീൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ ഞാൻ ഫുഡൊന്നും എടുത്തില്ല. അവിടെ ക്യാൻറ്റീൻ ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് തന്നെ ഫുഡ് കഴിക്കുക എന്നുള്ള രീതിയിൽ വന്നതാണ്. പിന്നെ ഒരുപാട് ദൂരം ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് എത്താനും കുറേ ടൈം എടുത്തു. പിന്നെ KS എക്സാമിനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. കാരണം എല്ലാവരും എഴുതിയിട്ടുണ്ടാവുമല്ലോ. നല്ല അടിപൊളി എക്സാം ആയിരുന്നു. സത്യം പറയാന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ടഫായിരുന്നു. ഇങ്ങനെ ഒരു എക്സാം ഞാൻ ജീവിതത്തിൽ ഇതുവരെ എഴുതിയിട്ടില്ല. ഡിഗ്രി പ്രിലിംസിൻ്റെ എക്സാം പോലും എനിക്ക് ഇത്ര ടഫായിട്ട് തോന്നിയില്ല കേട്ടോ. ഭയങ്കര ടഫായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇതുവരെ കാണാത്ത കുറേ ക്വസ്റ്റ്യൻസ് ഞാനതിൽ കണ്ടിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും എനിക്കറിയത്തില്ല. ഞാൻ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ല അങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. പിന്നെ പറയാമെന്ന് വെച്ചാൽ സ്ട്രീം 1, അതായത് ഫസ്റ്റത്തെ എക്സാം നല്ല ടഫായിരുന്നു. സെക്കൻഡ് പേപ്പർ എന്നാലും ഫസ്റ്റത്തെ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ ഈസിയാണെന്ന് പറയാം. പിന്നെ അങ്ങനെയൊക്കെ ആയിരുന്നു എക്സാമിൻ്റെ സ്ഥിതി. എക്സാം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ഒരുപാട് ലേറ്റായി. പിന്നെ ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ചു. പിന്നെ അന്ന് വേറെ ഒന്നും പഠിക്കാനൊന്നും ഇരുന്നില്ല കേട്ടോ. പിന്നെ ഒരു 2 ഡേയ്സോളം ഞാനൊന്ന് റെസ്റ്റ് എടുത്തു. പിന്നെ നമുക്ക് അധികം റെസ്റ്റ് എടുക്കാൻ പറ്റില്ലല്ലോ, കാരണം ലാബ് അസിസ്റ്റൻ്റ് എക്സാം ഉണ്ടായിരുന്നല്ലോ. സോ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ പിന്നീട് തുടങ്ങി. അങ്ങനെ അതിൻ്റെ എക്സാമും കഴിഞ്ഞു. അതിൻ്റെ വിഷ്വൽസൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. ലാബ് അസിസ്റ്റൻ്റ് എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല അടിപൊളി എക്സാം തന്നെയായിരുന്നു. നല്ല നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു മുഴുവനും ഉണ്ടായിരുന്നത്. അധികം കടുപ്പിക്കാത്ത, അധികം സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും ഉൾപ്പെടുത്താത്ത തരത്തിലുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യനാണ്. എന്നാൽ നമ്മൾ എക്സാം ഹാളിൽ ഇരുന്നിട്ട് നമ്മളത് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നമുക്ക് നെഗറ്റീവ്സ് നന്നായിട്ട് വരാനുള്ള സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു. ഓവറോൾ പറയുകയാണെങ്കിൽ അത്ര കടുപ്പിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. പക്ഷേങ്കിൽ ഈ പറയുന്ന നെഗറ്റീവ്സ് കാരണം ഒരുപാട് മാർക്സ് എനിക്കും പോയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കും പോയിട്ടുണ്ടാകും. എന്നാൽ സാരമില്ല, നമുക്കിനി അടുത്തൊരു എക്സാം വരുന്നുണ്ടല്ലോ അല്ലേ. ASMൻ്റെ എക്സാമിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. ഓഗസ്റ്റ് 2-നും ഓഗസ്റ്റ് 8-ഓ 9-ഓ എങ്ങാനാണ് തോന്നുന്നു അടുത്ത രണ്ടാമത്തെ എക്സാം വരുന്നതെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ എന്തായാലും ഫസ്റ്റ് സ്റ്റേജ് വരുന്നത് ഓഗസ്റ്റ് 2-നാണ്. 2 സ്റ്റേജായിട്ട് എക്സാം നടക്കുന്നതെന്ന് വെച്ചിട്ട് ആരും അതിന് പ്രിലിംസ് ഉണ്ടെന്ന് വിചാരിക്കേണ്ട. ഒരൊറ്റ എക്സാമേ അതിന് വരുന്നുള്ളൂ. ASMന് നമുക്ക് ഒരൊറ്റ എക്സാമേ ഉള്ളൂ. പ്രിലിംസ് മെയിൻസ് എന്ന് പറഞ്ഞിട്ടല്ല ഉള്ളത്. മെയിൻസ് എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ എക്സാം മാത്രമേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് പഠിച്ചോളൂ. കറക്റ്റ് പറയുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് 31 ഡേയ്സ് ഉണ്ട്. അതായത് ജൂലൈ മന്ത് മൊത്തം നമുക്ക് പഠിക്കാനുള്ള സമയമുണ്ട്. അതുപോലെ തന്നെ മുന്നേ നമ്മളിപ്പോൾ ലാബ് അസിസ്റ്റൻറ്റിന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, സെക്രട്ടേറിയറ്റ് OAക്ക് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ഡിഗ്രി പ്രിലിംസിനും പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരുപാട് എക്സാംസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതിനൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ എല്ലാവരും. മുഴുവനും പഠിച്ചിട്ടില്ലെങ്കിലും കുറച്ചൊക്കെ പഠിച്ച് കാണുമല്ലോ. അപ്പോൾ അതിൻ്റെ ബാക്കി പഠിക്കാൻ പറ്റാത്ത ഭാഗങ്ങൾ ഈ വരുന്ന ഡേയ്സിൽ നമ്മൾ മുഴുവനായിട്ട് പഠിച്ചെടുക്കുക. അതുപോലെ തന്നെ നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇനി ഇതുവരെ പഠിച്ച് തുടങ്ങാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ടൈം ടേബിൾ വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ടൈമിനനുസരിച്ചൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ട് പഠിക്കുക. ഇനിയിപ്പോൾ ASMൻ്റെ സിലബസ് അറിയാത്തവരായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ 10th മെയിൻസിൻ്റെ സിലബസ് തന്നെയാണ് ASMനും വരുന്നത്. അതായത് നമ്മളിപ്പോൾ പഠിച്ച ലബോറട്ടറി അസിസ്റ്റൻ്റ് സിലബസൊക്കെ തന്നെയാണ് നമുക്ക് ASMനും വരുന്നത്. അതുകൊണ്ട് അതിൻ്റെ പുതിയ എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ട് എന്ന് വിചാരിച്ചിട്ട് ആരും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന സംഭവം തന്നെയാണ് നമ്മൾ വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു ലിസ്റ്റിൽ കയറാനാവും.